ശബ്ദാതിവേഗ മിസൈൽ ടെക്നോളജിയിൽ പുതുചരിത്രം രചിച്ച ഇന്ത്യ. ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിലെ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച മിസൈൽ പരീക്ഷണം വിജയകരമായതോടെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമായുള്ള അപൂർവം രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി. ഇന്ത്യ മിസൈൽ പരീക്ഷണം വിജയകരമായി നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സ്പോസിലൂടെ അറിയിച്ചു. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നതെന്ന് മന്ത്രി കുറിച്ചു. ഇതൊരു ചരിത്രപരമായ നിമിഷമാണ്. ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരമൊരു സാങ്കേതികവിദ്യ കൈവശമുള്ളതെന്നും പ്രതിരോധ മന്ത്രി വിശദീകരിക്കുന്നു. 1500 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള മിസൈലിന് വിവിധ തരത്തിലുള്ള പേലോഡുകൾ വഹിക്കാൻ സാധിക്കും. ഇന്ത്യ തദ്ദേശീയമായാണ് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. ഹൈദരാബാദിലെ ഡോക്ടർ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് ഉൾപ്പെടെ DRDOയുടെ വിവിധ ലബോറട്ടറികൾ സംയുക്തമായി പരിശ്രമിച്ചാണ് മിസൈൽ യാഥാർത്ഥ്യമാക്കിയത്. മണിക്കൂറിൽ 6200 കിലോമീറ്റർ വേഗത്തിലാണ് മിസൈൽ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടയാൻ ബുദ്ധിമുട്ടാണ്. ബാലിസ്റ്റിക് മിസൈലുകളേക്കാൾ വേഗം താരതമ്യേന കുറവാണെങ്കിലും പേലോഡിനെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡിനെ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനാകുമെന്നതാണ് ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകളുടെ പ്രത്യേകത. ബാലിസ്റ്റിക് മിസൈലുകൾ ബഹിരാകാശത്തേക്കാണ് പേലോഡുകൾ എത്തിക്കുക. തുടർന്ന് ലക്ഷ്യത്തിലേക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തിയാണ് എത്തുന്നത്. എന്നാൽ ക്രൂസ് മിസൈലുകൾ സ്വയം സഞ്ചരിച്ചാണ് ആക്രമണം നടത്തുക. ഹൈപ്പർസോണിക് വേഗതയിൽ ശബ്ദത്തിന്റെ 5 മുതൽ 25 മടങ്ങ് വരെ വേഗത, അല്ലെങ്കിൽ സെക്കൻഡിൽ 1 മുതൽ 5 മൈൽ വരെ, അതായത് 1.6 മുതൽ 8 കിലോമീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കാൻ കഴിവുള്ള മിസൈലിനെയാണ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത്. ഇതിനെ മാക് 5 സ്പീഡ് എന്നും വിളിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ അന്തരീക്ഷത്തിന്റെ മുകളിലൂടെ പോയി വീണ്ടും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നവയാണ്. അതേസമയം ക്രൂയിസ് മിസൈലുകളാകട്ടെ അന്തരീക്ഷത്തിനുള്ളിൽ തന്നെയാണ് സഞ്ചരിക്കുക. ഗുരുത്വാകർഷണം ഒഴിവാക്കാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ശബ്ദത്തിന്റെ പല മടങ്ങ് വേഗത കൈവരിക്കുന്നു. എന്നാൽ ക്രൂയിസ് മിസൈലുകൾ സബ്സോണിക് വേഗതയിലാണ് പറക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ പലപ്പോഴും ദീർഘദൂര ആക്രമണത്തിനോ തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ടീമിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി, DRDO ചെയർമാൻ തുടങ്ങിയവർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.